ഒരു പ്രത്യേക വിഷയമായിട്ടാണ് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് ഒന്നിച്ച് ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ മനസ്സിൽ വന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ആ ആഴ്ചകളിൽ പല ആത്മഹത്യകളെ പറ്റി കേൾക്കുകയും പലതും വായിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇതിനോട് അനുബന്ധമായിട്ട് ദൈവവചനത്തിൽ കൂടെ ഒരു പ്രസംഗം നടത്തിക്കുക എന്നുള്ള ഒരു ചിന്ത ദൈവാത്മാവ് എനിക്ക് തന്നു. ആ ചിന്ത തന്ന ആ രാത്രിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം ഉറങ്ങുവാൻ പറ്റിയില്ല. അത് വളരെ ആഴമായിട്ട് പഠിക്കണം, പ്രാർത്ഥിക്കണം, ദൈവമക്കളോട് ഇത് ഷെയർ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ ആത്മഹത്യ നിരക്കുകൾ യങ്ങർ ജനറേഷനാണ് കൂടുതലായിട്ടും അതിനകത്ത് ഉൾപ്പെട്ടു പോകുന്നത്. യങ്ങർ ജനറേഷൻ മാത്രമല്ല, പ്രായ വ്യത്യാസമില്ലാതെ മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ, ജീവിതത്തെ ഒടുക്കിക്കളയുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാല ജീവിതം പോലെ അല്ല ഈ കാലഘട്ടത്തിൽ. ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വളർന്നു വന്ന സാഹചര്യം പോലെ അല്ല ഈ കാലഘട്ടങ്ങളിൽ. മനുഷ്യൻ പിടിച്ചു നിൽക്കുവാൻ ക്ഷമ കാണിക്കാത്ത, അക്ഷമരാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ക്ഷമയില്ലാത്ത കാലഘട്ടം, സഹനതയില്ലാത്ത ഒരു കാലഘട്ടം, കാത്തിരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിന്റെ നടുവിൽ മനുഷ്യൻ ഞെരുങ്ങി അമർന്നുകൊണ്ട് ഇനി ജീവിക്കണ്ട എന്നുള്ള ചിന്ത മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളാണെങ്കിലും യൗവന തലമുറകളാണെങ്കിലും വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിൽ കൂടെ പോവുകയാണ്. ചില സിംറ്റംസ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പ്രകടിപ്പിച്ചാൽ ഒരു പക്ഷെങ്കിൽ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാകാതെ പോകുന്നു. എന്നാൽ അങ്ങനെയുള്ള വിഷയത്തിൽ നമുക്ക് എങ്ങനെ അതിനെ നേരിടാൻ പറ്റും എന്നതാണ് നമ്മളുടെ ചിന്താ വിഷയം. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ പ്രാരംഭത്തിൽ ഞാൻ വലിയൊരു കൗൺസിലർ അല്ല. എന്നാൽ ദൈവവചനത്തിൽ കൂടെ ദൈവാത്മാവ് എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, ദൈവാത്മാവിൽ കൂടെ എന്ത് പ്രാപിച്ചിട്ടുണ്ടോ അത് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ലോകപരമായി ഒന്നും പറയുവാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപരി ദൈവവചനത്തിൽ കൂടെയുള്ള ആലോചന നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ പോലും ഒരു തവണയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കർമ്മേലിന്റെ കൊടുമുടിയിൽ പ്രാർത്ഥിച്ച് തീയെ ഇറക്കിയ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ്, കർമ്മേലിന്റെ കൊടുമുടിയിൽ ദൈവകൃപ കണ്ടെത്തിയ ഏലിയാവ്, രാജാവിന്റെ തേരിന് മുമ്പായി, രഥത്തിനു മുമ്പായിട്ട് കുതിരയെ തോൽപ്പിച്ച് ഓടിയ ഏലിയാവ്, അങ്ങനെ ഒത്തിരിയേറെ പ്രാഗൽഭ്യമുള്ള ഏലിയാവ് പോലും ഒരു നിമിഷം കൊണ്ട് ആഗ്രഹിച്ചു പോയി മരിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ ഭക്തനായാലും അഭക്തനായാലും, ആത്മീയമായും കൃപാവരങ്ങൾ ഉള്ളവനായാലും കൃപാവരങ്ങൾ ഇല്ലാത്തവനായാലും, രക്ഷിക്കപ്പെട്ടവരായാലും രക്ഷിക്കപ്പെടാത്തവരായാലും, പള്ളിയിൽ പോകുന്നവരായാലും പോകാത്തവരായാലും, ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാത്തവരാരുമില്ല, മതി കർത്താവേ, മതിയായിരുന്നു, ഈ ജീവിതം അങ്ങ് തീർന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ചിന്തിക്കാത്തവർ ഒരു പക്ഷെങ്കിൽ ഏറിയ പങ്കും ആൾക്കാർ കാണുമായിരിക്കും. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കുവാനുള്ളത്. എന്നാൽ അത് മാത്രമല്ല ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാർ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളാകാം, നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ അയൽവക്കങ്ങളിലുള്ള പ്രിയപ്പെട്ടവരായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അവരൊക്കെയും ജീവിതത്തെ മടുത്തു ജീവിക്കുന്നവരുണ്ട്. നമുക്ക് എന്ത് അവരോട് പറയുവാനായിട്ട് സാധിക്കും? ഞാൻ ഈ മെസ്സേജിനെ പറ്റിയുള്ള ഒരു ഫ്ലയർ എന്റെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ ഇട്ട സമയത്ത് എന്റെ ജോലിയിൽ, എന്റെ നേരത്തെയുള്ള ജോലിയിൽ ഉണ്ടായിരുന്ന എന്റെ ഒരു സുഹൃത്ത്, ഒരു ഗുജറാത്തിയാണ്. അദ്ദേഹം എനിക്ക് ടെക്സ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ്, ഈ മെസ്സേജ് കണ്ട്, ഇംഗ്ലീഷിലുള്ള ഫ്ലയർ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, മാത്യു, ഞാനും ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു ആത്മഹത്യ ചെയ്യണമെന്നുള്ളത്. മരണം ആഗ്രഹിച്ചവനാണ്, ഞാൻ അത് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അദ്ദേഹത്തോട് തിരുവചനത്തിൽ കൂടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് നിന്നെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഈ പഠനവേളയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഒരു പക്ഷെങ്കിൽ 40 or 30 ആൾക്കാർ അല്ലായിരിക്കാം. എനിക്കറിയാം, ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? നമ്മുടെ ചുറ്റും നിരാശയോടുകൂടെ ജീവിച്ചിരിക്കുന്ന,
നിരാശയോടുകൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരോട് നമുക്ക് എന്ത് പറയുവാനായിട്ട് കഴിയും? നമുക്ക് പറയുവാൻ ഒരു ദൂതുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒന്നിച്ച് ഷെയർ ചെയ്യുവാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനാധാരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്ന ഒരു ദൈവവചനമാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു താൽക്കാലികമായി ആരംഭം കുറിക്കുവാൻ വേണ്ടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ആ ഒരു വാക്യം. എന്നാൽ അതിനുശേഷം നാം തിരുവചനത്തിന്റെ പഠനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ഈ പഠനയാത്രയിൽ ഉണ്ടാകണമേ, പ്രാർത്ഥനയോടുകൂടെ അതിന്മേൽ ഉണ്ടാകണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും ഓർത്ത് ആമേൻ ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ, വരും നാളുകളിലെ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്നേഹത്തിനായി നന്ദി, പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലനും ശീലാസും കാരാഗ്രഹത്തിലാണ്. അവർ ശരീരമാസകലം വേദന കൊണ്ട് കിടക്കുകയാണ്, മുറിഞ്ഞ് വേദനയോടുകൂടെ കിടക്കുകയാണ്. അവരുടെ ദേഹത്ത് അവർ ധരിച്ച വസ്ത്രമൊക്കെ ഊരി അവരെ കോൽ കൊണ്ട് അടിച്ചു. അങ്ങനെയാണ് വായിക്കുന്നത്. അവരുടെ ദേഹമൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്. അവരുടെ കൈയും കാലും ചങ്ങലയിലും ആമത്തിലും ഇട്ടിരിക്കുക. എന്നാൽ ആ രാത്രിയിൽ അവർ പാടിക്കൊണ്ടിരിക്കുന്നു. അർദ്ധരാത്രിയാണ്, പാടിക്കൊണ്ടിരുന്നു. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു, അടി കിട്ടുമ്പോഴും ആമേൻ, മരണം നടക്കുമ്പോഴും ആമേൻ, പീഡനങ്ങൾ നടക്കുമ്പോഴും പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുവാൻ പറ്റുന്ന ഒരു വർഗമുണ്ടെങ്കിൽ അത് നാസ്രയനായ യേശുവിന്റെ പുറകാലെ ഇറങ്ങിത്തിരിച്ച ഭക്തന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആര് നിന്ദിച്ചാലും, ആര് പരിഹസിച്ചാലും, ആര് ഭീഷണിപ്പെടുത്തിയാലും അതിന്റെ നടുവിൽ പാട്ടുപാടുവാൻ കഴിയുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ക്ഷമിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുവാൻ പറ്റുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഈ നാസ്രയന്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾക്കല്ലാതെ പറ്റുകയില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ആത്മീയ അർത്ഥങ്ങളും എടുത്തുകൊണ്ട് പോകണമല്ലോ. അതാണല്ലോ ദൈവവചനത്തിലൂടെ ദൈവാത്മാവും ആഗ്രഹിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ ദേഹത്തെ മുറിവും അവരുടെ ദേഹത്തിൽ അവർ അനുഭവിച്ച വേദനയൊക്കെ കൊണ്ട് അവർ ആ രാത്രിയിൽ പാട്ടുപാടിക്കൊണ്ടിരുന്നു, ആരാധിച്ചുകൊണ്ടിരുന്നു. പലരും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കാരാഗ്രഹ പ്രമാണി നല്ല ഉറക്കത്തിലായിരുന്നു. അവന്റെ കയ്യിലാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവനാണ് ഇവരുടെ ജീവന്റെ ഉത്തരവാദി. അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കാരാഗ്രഹ പ്രമാണി തന്റെ ജീവൻ കൊടുത്തു വേണം അതിന് പകരം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിന്റെ നിയമം എന്ന് പറയുന്ന റോമൻ നിയമം, അതായിരുന്നു. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ആ രാത്രിയിൽ അവർ പാടിക്കൊണ്ടിരുന്നപ്പോൾ, അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി എന്നാ വായിക്കുന്നത്. ഒരു ഭൂകമ്പമുണ്ടായി, ജയിലറകൾ ആമേൻ കുലുങ്ങി, അവരുടെ കൈകളിലുള്ള ചങ്ങലകൾ ഒക്കെ അഴിഞ്ഞുപോയി. കാരാഗ്രഹത്തിന്റെ വാതിൽ താനെ തുറന്നു. നോക്കണം, അത്ഭുതം അവിടെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹ പ്രമാണി ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ ജയിലിന്റെ വാതിൽ തുറന്നിരിക്കുന്നതും ചങ്ങലകൾ അഴിഞ്ഞു കിടക്കുന്നതും തടവുകാർ രക്ഷപ്പെട്ടുവെന്നും കരുതി. എന്താണ് അടുത്ത പണി? അവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, മറ്റൊന്നും ചെയ്യുന്നില്ല. തന്റെ വാള് ഉറയിൽ നിന്നും ഊരി തന്നെത്താൻ കുത്തുവാൻ തന്റെ നെഞ്ചിനോട് ആഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 28-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആമേൻ, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഡു നോട്ട് ഹാം തൈസെൽഫ്. ആമേൻ, വി ആർ ഹിയർ. നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹ പ്രമാണി സ്വന്തം ജീവനെ എടുക്കുവാൻ ഉണ്ടായ കാരണം എന്താണ്? അത് നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഒരു ഡിസപ്പോയിന്റ്മെന്റ് അവനുണ്ടായി, ഒരു നിരാശ ഉണ്ടായി. 1. 2, തന്റെ ജോലിയിൽ അവൻ പരാജയപ്പെട്ടു. അവന്റെ ജോലിയിൽ അവൻ കൃത്യവിലോപം കാണിച്ചു എന്നുള്ളത് തനിക്ക് തോന്നി. കാരണം തന്റെ ജോലിയിൽ താൻ വിശ്വസ്തത കാണിച്ചില്ല, തന്റെ ജോലിയിൽ താൻ പരാജയപ്പെട്ടു. ആമേൻ എന്നാണ് രണ്ടാമത് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ മൂന്നാമതായി, തന്റെ ജീവനെ എടുക്കുവാൻ ആഗ്രഹിക്കുവാനുള്ള കാരണം, നേരിടുവാൻ പോകുന്ന അപമാനം തന്റെ മുമ്പിലുണ്ട്. തനിക്ക് നേരിടുവാൻ പോകുന്ന അപമാനം നമുക്കറിയാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
തന്റെ ജീവൻ ആപത്ത് വരാൻ പോവുകയാണ്. തന്നെ ന്യായവിസ്താര സഭയിൽ നിർത്തുവാൻ പോകും. അത് മാത്രമല്ല തന്റെ കുടുംബത്തിന് പോലും ആപത്ത് വരാൻ പോകുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഇനിയും ജീവിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ പറഞ്ഞുകൊള്ളട്ടെ, ഏതൊരു ആത്മഹത്യക്കും ജീവനെ എടുക്കുവാൻ ഒരാള് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ പുറകിൽ ചില ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് പുറകിൽ ചില തങ്ങളുടെ കർത്തവ്യത്തിൽ പരാജയപ്പെട്ട തങ്ങളുടെ പ്രവൃത്തിയിൽ പരാജയപ്പെട്ടു പോയ ചില ചിന്താകുലങ്ങളുണ്ട്. മാത്രമല്ല അവര് നേരിടുവാൻ പോകുന്ന കാര്യങ്ങളിൽ അവർക്ക് ആധിയുണ്ട്. ഇതാണ് സാധാരണഗതിയിൽ ഈ ജീവനെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ അവർക്കുണ്ടാകുവാനുള്ള അവർ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് തോന്നുന്ന, അവർ അനുഭവിക്കുന്ന ചില വേദനകളാണിത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കാരാഗ്രഹ പ്രമാണി ആത്മഹത്യക്കൊരുങ്ങിയതേ ഉള്ളൂ. ദൈവ വചനം ഇങ്ങനെ പറയുന്നു. നമുക്കറിയാം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് സകലവും രേഖപ്പെടുത്തിയിരിക്കുന്ന, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള സകലവും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ അവന്റെ ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. മനുഷ്യന്റെ കോപത്തെ പറ്റിയും ക്രോധത്തെ പറ്റിയും, മനുഷ്യന്റെ പാപത്തിന്റെ മോഹങ്ങളെ പറ്റിയും, ജഡത്തിന്റെ ഇച്ഛകളെ പറ്റിയും, വീണുപോയ മനുഷ്യനെ പറ്റിയും, ജയാളികളായ മനുഷ്യരെ പറ്റിയും, ആമേൻ, അതുപോലെ മരിച്ചവരെ പറ്റിയും ജനിച്ചവരെ പറ്റിയും, വരുവാനുള്ള മനുഷ്യന്റെ ന്യായവിധിയെ പറ്റിയും, മനുഷ്യന്റെ നന്മകളെ പറ്റിയും, വരുവാനുള്ള സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും ഒക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ അറിയേണ്ടുന്നതായിട്ടുള്ള, അവന്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള എല്ലാം എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ തിരുവചനം എന്ന് പറയുന്നത്. ഈ തിരുവചനത്തെ സ്നേഹിക്കുന്നവർക്കും ഈ തിരുവചനം പഠിക്കുന്നവർക്കും വളരെയേറെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാലാകാലങ്ങളിലായി ദൈവം തന്റെ ഭക്തന്മാരിലൂടെ ആത്മാവിൽ എഴുതി കൊടുത്ത വചനങ്ങൾ ഇന്ന് നമുക്ക് ആമേൻ ഒരു വേദവാക്യം തന്നെയാണ്. നമ്മളുടെ ഓരോ ടേണിംഗ് പോയിന്റിലും അവിടെ നമ്മൾ നേരിടുവാൻ പോകുന്ന അനർത്ഥങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി മുമ്പേ എഴുതി വച്ചിരിക്കുന്ന തിരുവചനമാണ് ഈ വിശുദ്ധ തിരുവചനം എന്ന് പറയുന്നത്. കാരണം നാം അനുഭവിക്കുവാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അക്കാലത്തേക്ക് വേണ്ടുന്ന ആശ്വാസവും സമാധാനവും നമുക്ക് തരുവാൻ ദൈവത്തിന്റെ വചനം തന്റെ ഭക്തന്മാരിലൂടെ മുൻപേ എഴുതി നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ കരുണ എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. സമാധാനമില്ലാതെ അലയുമ്പോൾ ആമേൻ കർത്താവിന്റെ വാഗ്ദത്തം ഇന്നും നമുക്ക് ആമേൻ വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെയാണല്ലോ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയുന്ന ദൈവവചനം. അങ്ങനെ ഓരോ വിഷയങ്ങളിലും കണ്ണുനീരൊഴുക്കുമ്പോൾ, വേദനപ്പെടുമ്പോൾ, രോഗികളാകുമ്പോൾ, പ്രതികൂലങ്ങളിൽ അകപ്പെടുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, നിരാശ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, വേർപാടുകൾ വരുമ്പോൾ ഒക്കെ ദൈവത്തിന്റെ വചനം നമുക്ക് മുമ്പേ പിതാക്കന്മാരിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ്! ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മരണവും ജനനവും മാത്രമല്ല തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. ആത്മഹത്യ ചെയ്തവരുടെ പേരും തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഞാൻ ഇത് വളരെ രസകരമായി പഠിച്ച കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ആമേൻ 7 ആത്മഹത്യകളെ പറ്റിയാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് പഴയ നിയമത്തിൽ 6ഉം പുതിയ നിയമത്തിൽ 1ഉം, അങ്ങനെ മൊത്തം 7 ആത്മഹത്യ ചെയ്ത ആൾക്കാരെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിൽ മനുഷ്യന്റെ ഉയർച്ചകളും വിജയങ്ങളും മാത്രമല്ല, പരാജയങ്ങളും മനുഷ്യന്റെ വീഴ്ചകളും താഴ്ചകളും ആമേൻ അവന്റെ തോൽവികളും ഒക്കെ എഴുതിയ പുസ്തകമാണ് തിരുവചനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനം നാം ദിനംപ്രതി വായിക്കുന്നത് എത്ര അനുഗ്രഹവും മനോഹരവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ 6 പേരുടെ ചിത്രമാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് ആ 7 പേരുടെയും എല്ലാം എടുത്ത് വിശദമാക്കുവാൻ സമയമില്ല. ഞാനൊരു ഇൻട്രഡക്ഷൻ പോലെ അവർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, അവരെന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവനെ എടുക്കുവാൻ ആഗ്രഹിച്ചത്, അവർ ഈ ജീവനെ എടുക്കുന്നതിന്റെ പുറകിലുള്ള അവരുടെ വികാരം എന്തായിരുന്നു, അവരന്ന് അനുഭവിച്ച അവരുടെ പ്രതിസന്ധി എന്തായിരുന്നു. നിർഭാഗ്യവശാൽ ആ പ്രതിസന്ധിയൊക്കെ ഇന്നും ആത്മഹത്യ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം
മനുഷ്യന്റെ പ്രതിസന്ധികളും മനുഷ്യന്റെ വിചാരങ്ങളും വികാരങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സകല ചേതോവികാരങ്ങളും മാറിപ്പോകുന്നില്ല. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. കാലഘട്ടങ്ങൾ മാറിയപ്പോഴും ഹൈടെക് യുഗങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴും ആമേൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊക്കെയും മനസ്സിന്റെ ആഗ്രഹം പോലെ വാങ്ങിക്കുവാനുള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും ബന്ധങ്ങൾ വളർന്നപ്പോഴും ആമേൻ പഴയ കാലവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ കൊടുമുടി കണക്കെ വളർന്നുവെങ്കിലും മനുഷ്യൻ അന്ന് അനുഭവിച്ച വിഷയങ്ങളും പ്രശ്നങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആമേൻ അവന്റെ ജീവനെ ഒടുക്കുവാൻ തുല്യമായി നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി നാം അത് ചിന്തിക്കുകയാണ്. ആദ്യത്തെ ന്യായാധിപന്മാരുടെ ജഡ്ജസ് ചാപ്റ്റർ 9 വേഴ്സ് 54 ആണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 54-ാമത്തെ വാക്യം. അവിടെ ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ ആള് അബീമേലെക്ക് എന്ന് പറഞ്ഞ ഒരു ന്യായാധിപനാണ്. അത് അബീമേലെക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഗിദെയോന് വെപ്പാട്ടിയിലുണ്ടായ ഒരു മകനായിരുന്നു. അവനായിരുന്നു ആദ്യമായി ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി ആത്മഹത്യ ചെയ്തത്. അത് എങ്ങനെയാണെന്ന് അറിയാമോ? അവൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു ഉയർന്ന സ്ഥലത്തു നിന്ന് ഒരു സ്ത്രീ അവന്റെ തലയിലേക്ക് ഒരു തിരികല്ല് തള്ളിയിട്ടതായിട്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവന്റെ തലയിൽ അത് വീണു. ഇവൻ മരിക്കുമെന്ന് അവൻ അറിയാം. എന്നാൽ അവൻ പറയുന്ന ഒരു വാചകമുണ്ട്. അത് 9:54 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു. ആ അബീമേലെക്ക് പറഞ്ഞതനുസരിച്ച് ബാല്യക്കാരൻ അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവന്റെ ഇഷ്ടപ്രകാരം ജീവൻ എടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആദ്യത്തെ ആത്മഹത്യ എന്ന് പറയുന്നത് താൻ നിർബന്ധപൂർവം ഇത് വിളിച്ചു വരുത്തി താൻ ലോകത്തു നിന്നും മാറ്റപ്പെടുവാൻ ആഗ്രഹം. ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് പറയാതിരിക്കുവാൻ. അപ്പോൾ അതിന്റെ പുറകിൽ ഒരു ദുരഭിമാനമുണ്ട്. ഇന്ന് ആത്മഹത്യയുടെ ഒരു കാരണം ദുരഭിമാനമാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. ദുരഭിമാനത്താൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മക്കൾ മറ്റ് ആരോടെങ്കിലും ഏതെങ്കിലും മതസ്ഥരുമായിട്ട് വിവാഹം കഴിച്ചു പോകുമ്പോഴോ അങ്ങനെയുള്ളപ്പോൾ അനേക വാർത്തകൾ നാം വായിക്കുന്നുണ്ട്. മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അതിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ പറ്റുന്നില്ല, ഇനിയും ഇത് കാണുവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളെ നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ഒരു ദുരഭിമാനമായിരുന്നു. ഇന്നും ആത്മഹത്യക്ക് പുറകിൽ ദുരഭിമാനമുണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി ആത്മഹത്യ ചെയ്യുന്നില്ല, ജീവനെ എടുക്കുന്ന, ദൈവം ആഗ്രഹിക്കാത്ത സമയത്ത് ജീവനെ എടുക്കുന്ന രണ്ടാമത്തെ വ്യക്തി പഴയ നിയമത്തിലെ പ്രഗത്ഭനായും ശക്തിമാനുമായ ശക്തനായ ഒരു ന്യായാധിപനായിരുന്നു, ശിംശോനായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശിംശോനെ പറ്റി ഒത്തിരിയേറെ പറയുവാനുണ്ടെങ്കിലും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. ഇതൊരു ആദ്യത്തെ ഭാഗമായിട്ട് ഞാൻ ചിത്രീകരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ശിംശോൻ തന്റെ ശത്രുക്കൾ അവനെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് 2 ചങ്ങലകളിലും ബന്ധിച്ച് അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് 2 തൂണിൽ അവനെ കെട്ടുകയാണ്. എന്നാൽ അവസാനം താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് താൻ ആ തൂണ് വലിച്ച് ഒടിച്ച് അതിന്റെ മേലെ കിടന്ന് അതിന്റെ താഴെ കിടന്ന് ചാകുന്ന, അവനോടൊപ്പം ഒത്തിരി പേരെ കൊല്ലുന്നതായിട്ടും വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതും അറിഞ്ഞുകൊണ്ട് താൻ ഇവരോടുകൂടെ തീരട്ടെ എന്നുള്ള ചിന്തയോടെ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലാണ് നാം വായിക്കുന്നത് ശിംശോന്റെ മരണത്തെ പറ്റി വായിക്കുന്നത്. അതും ഒരു ആത്മഹത്യയായിരുന്നു. പോസിറ്റീവ് വേയിൽ കൂടെ വേണമെങ്കിൽ പറയാം, കാരണം ശത്രുക്കളെ കൊന്നു എന്ന് പറയാമെങ്കിലും താന് അവിടെ തന്റെ ജീവനെ കൊടുത്തുകൊണ്ട്, ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരാദ്യത്തെ ചാവേറായിട്ട് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. ജീവനെ കൊടുക്കുകയാണ്. അതായിരുന്നു ശിംശോൻ ചെയ്തത്. അതൊരു പ്രതികാരമായിരുന്നു, പ്രിയപ്പെട്ട ഒരു പ്രതികാരമായിരുന്നു. ഞാൻ ആ പ്രതികാരത്തെ പറ്റി പിന്നീട് ഞാൻ സംസാരിക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ ഇപ്പോൾ അത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആത്മഹത്യയുടെ ഒന്നാമത്തെ കാര്യം ദുരഭിമാനമായിരുന്നു, 2 പ്രതികാരമായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം. മൂന്നാമത് ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവും സുന്ദരനായ ശൗൽ രാജാവുമായിരുന്നു മൂന്നാമത് ആത്മഹത്യ ചെയ്തയാള്. തനിക്കെതിരെ പട മുറുകി വന്നപ്പോൾ
താൻ പടയിൽ തോക്കുമെന്ന് വിചാരിച്ചപ്പോൾ, താന് ഇനി രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചപ്പോൾ ശത്രു തന്നെ കൊല്ലാതിരിക്കുവാൻ തക്കവണ്ണം തന്റെ അടുത്തു നിന്ന പടയാളിയോട് പറഞ്ഞു. ശൗൽ പറഞ്ഞു, 31-ാം അധ്യായം 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം ചാപ്റ്റർ 31 വേഴ്സ് 4. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ശൗല് തന്റെ പടയാളിയോട് പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ പറഞ്ഞു. എന്നാൽ പടയാളി പേടിച്ചുപോയി. പടയാളി വിചാരിച്ചു രാജാവിനെ കൊല്ലണ്ട, കൊന്നു കഴിഞ്ഞാൽ തനിക്ക് ആപത്താവുമെന്ന് വിചാരിച്ചുകൊണ്ട് പടയാളി തന്നെ കൊല്ലുന്നില്ല. അതുകൊണ്ട് അവസാനം ശൗൽ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ വാൾ കുത്തി നിർത്തി അതിന്മേൽ വീണ് ശൗൽ രാജാവ് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് വായിക്കുന്നു. അതിന്റെ പുറകിലുള്ള കാരണം അപമാനമായിരുന്നു. തനിക്ക് തന്റെ ശത്രുക്കൾ തന്നെ കൊന്നുവെന്ന് വരരുത്, അല്ലെങ്കിൽ തന്റെ ശത്രുക്കൾ തന്നെ പിടിക്കുന്നത് തനിക്ക് അപമാനമായിരുന്നു. അപ്പോൾ ആത്മഹത്യയുടെ അടുത്ത ഒരു കാരണം അപമാനം ആയിരുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട് ആത്മഹത്യ ചെയ്യുന്നയാള് ശൗലിന്റെ ആയുധവാഹകനായിരുന്നു. അടുത്ത വാക്യത്തിൽ തന്നെയുണ്ട്. 31-ാം അധ്യായം 1 ശമൂവേൽ 31-ന്റെ 5-ാമത്തെ വാക്യത്തിൽ തന്റെ യജമാനൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ തന്റെ ശൗലിന്റെ പടയാളി ആയുധവാഹകനും അവനും ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയുടെ പുറകിൽ ഭയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, തനിക്ക് ഇനിയും എന്തെങ്കിലും സംഭവിക്കുമോ, ആരെങ്കിലും തന്നെ കൊല്ലുന്നതിന് മുമ്പ് താൻ തന്നെ മരിച്ചു. അങ്ങനെ അവിടെ ശൗലിന്റെ ആയുധവാഹകനും മരിക്കുന്നു. അപ്പോൾ ദുരഭിമാനം നാം കാണുന്നുണ്ട്, അതുപോലെ തന്നെ പ്രതികാരം നാം കാണുന്നുണ്ട്, അപമാനം നാം കാണുന്നുണ്ട്, ഭയം നാം കാണുന്നുണ്ട്. അഞ്ചാമതായിട്ട് നാം വായിക്കുന്നത് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യമാണ്. 23-ാമത്തെ 2 ശമൂവേൽ ചാപ്റ്റർ 17 വേഴ്സ് 23. അവിടെ ഒരു പ്രവാചകനായിരുന്നു ആത്മഹത്യ ചെയ്യുന്നത്. നോക്കണം, ഒരു പ്രവാചകൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവമക്കൾക്കും ദൈവവചനം പറയുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒക്കെ അങ്ങനെ ചെയ്യുവാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഈ പാപലോകത്തിൽ, പ്രതികൂലങ്ങളുള്ള ലോകത്തിൽ, പ്രശ്നങ്ങളുള്ള ലോകത്തിൽ നമ്മെ തെറ്റിച്ച് കളയുവാൻ, നമ്മെ തകർത്ത് കളയുവാൻ, ശത്രു നമ്മെ ഒടുക്കിക്കളയുവാൻ പല ചിന്തകളും തരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ള ആലോചനയാണ് ഇന്ന് ഈ രാത്രിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്തവരുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പ്രസംഗം തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞുകൊള്ളട്ടെ. ഇതിന്റെ പുറകിൽ പിശാച് പ്രവർത്തിക്കുമ്പോൾ അവനോട് എങ്ങനെ നമുക്ക് പോരാടി ജയിക്കുവാൻ സാധിക്കും, എങ്ങനെ തിരുവചനം നമുക്ക് പഠിച്ച് അതിലെ സത്യങ്ങളെ മനസ്സിലാക്കി ഈ പ്രതികൂലങ്ങളിൽ നമുക്ക് നേരെ നിൽക്കുവാനായിട്ട് കഴിയും. അത് മാത്രമാണ് ദൈവാത്മാവ് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകൾ കൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മറന്നുപോകല്ല. അഹീതോഫൽ എന്ന് പറഞ്ഞ പ്രവാചകൻ, അതെന്താണ് സംഭവിച്ചത്? അഹീതോഫൽ ഒരു പ്രവചനം നടത്തി. 13-23 ഇങ്ങനെയാണ് വായിക്കുന്നത്. തന്റെ വാക്കുപോലെ ഭവിക്കാതെ വന്നതുകൊണ്ട് എന്നാണ് വായിക്കുന്നത്. താൻ പറഞ്ഞതുപോലെ നടന്നില്ല. ഷാജി എബ്രഹാം ഒരു പ്രവചനം പറഞ്ഞു, പ്രവചനം പറഞ്ഞതുപോലെ നടന്നില്ല. അതുകൊണ്ട് തനിക്ക് ഒരു അപമാനം വരുമെന്നുള്ള ഭയം, തന്റെ വാക്കിന് വിലയില്ലാതായി പോയെന്നുള്ളൊരു ഭയം, അതുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ഇവിടെ ഈ പ്രവാചകൻ. അത് നിരാശയാണ്. തന്റെ വാക്കുപോലെ തനിക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് 23 ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ അഹീതോഫൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെയും ക്രമപ്പെടുത്തിയ ശേഷം താൻ കെട്ടിഞ്ഞാന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്റെ വാക്കിന് വിലയില്ലാതെ, നിരാശയാണ്. താൻ പറഞ്ഞ പോലെ നടന്നില്ല. പ്രിയപ്പെട്ടവരെ, നിരാശ ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുമെന്നുള്ളത് ഈ കാലഘട്ടങ്ങളിൽ നാം ദിവസേന വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിരാശ കൂടുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചത്, മരിക്കണമെന്ന് ആഗ്രഹിച്ചത് നിരാശ കൊണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് പഴയ നിയമത്തിലെ അവസാനത്തെ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സിമ്രി എന്ന് പറഞ്ഞ രാജാവായിരുന്നു. സിമ്രി, അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. തന്റെ പട്ടണം പിടിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ, പട്ടണം പിടിക്കപ്പെട്ടുവെന്ന് രാജാവ് മനസ്സിലാക്കിയപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ ചെന്ന്
അതിന് തീ വെച്ച് അതിൽ കിടന്ന് മരിച്ചു. പരാജയമായിരുന്നു. ഒരു പരാജയത്തെ നേരിടുവാൻ കഴിയാതെ വന്നപ്പോൾ രാജാവ് ആത്മഹത്യ ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ നിരാശയുണ്ട്, പരാജയമുണ്ട്, ദുരഭിമാനമുണ്ട്, ഭയമുണ്ട്. അവസാനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. പുതിയ നിയമത്തിൽ ഒരാത്മഹത്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വളരെ സുപരിചിതമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂദാ ഇസ്കര്യോത്താവ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. തന്റെ ഓമന ഗുരുവിനെ ഒറ്റുകൊടുത്ത ശേഷം താൻ എല്ലായിടത്തും ഒറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ഉണ്ടായ കുറ്റബോധം കൊണ്ടും അപമാനം കൊണ്ടും അവിശ്വസ്തത ചെയ്തു പോയെന്നുള്ള ചിന്ത കൊണ്ടും യൂദാ ഇസ്കര്യോത്താവും പോയി കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ ഇന്നേക്കും 1000 വർഷങ്ങൾക്കും 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവർ അനുഭവിച്ച അതേ വിഷയമാണ് ഈ ഹൈടെക് യുഗത്തിലും മനുഷ്യൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ. പ്രിയപ്പെട്ടവരെ, വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. കാലഘട്ടങ്ങൾ മാറ്റപ്പെട്ടു, സാഹചര്യങ്ങൾ മാറപ്പെട്ടു. തേരും കുതിരയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും ചീറിപ്പായുന്ന വിമാനങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തി. മനുഷ്യന്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചു, മനുഷ്യൻ ജ്ഞാനത്തിൽ വളർന്നു, മനുഷ്യൻ നേടുവാൻ കഴിയുന്നതിലപ്പുറമായുള്ള സാഹചര്യങ്ങൾ നേടി. മനുഷ്യൻ സമ്പന്നതയുടെ ഉത്തംഗ ശൃംഗത്തിൽ എത്തപ്പെട്ടു. എന്നാൽ മനുഷ്യൻ അന്ന് അനുഭവിച്ച അതേ വിഷയം തന്നെ ഇന്നും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ദുരഭിമാനമുണ്ടാകുന്നു, പ്രതികാരമുണ്ട്, ഇന്നും അപമാനമുണ്ട്, ഭയമുണ്ട്, അപമാനമുണ്ട്, പരാജയമുണ്ട്, കുറ്റബോധമുണ്ട്. ഇവ മനുഷ്യനെ ഞെരുക്കിക്കളയുമ്പോൾ ഇനിയും ജീവിക്കണ്ട എന്നുള്ള ചിന്ത മനുഷ്യ ജീവിതത്തിൽ വരുന്നു. എന്നാൽ അത് മാത്രമല്ല, ഇന്ന് ഈ സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആത്മഹത്യ ചെയ്തവരുടെ ചരിത്രങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ആത്മഹത്യ ധാരാളം വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിനോട് ആഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന വലിയൊരു സാധ്യത കാരണം അവഗണനയാണ്. അവഗണിക്കപ്പെടുന്ന ഒരു തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നു. ഞാനും കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു പിതാവാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഈ രാത്രിയിൽ എനിക്ക് സംസാരിക്കുവാനുണ്ട്. മക്കളെ ശ്രദ്ധിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, അവർക്ക് വേണ്ടതുപോലെ അറ്റൻഷൻ കിട്ടാതെ വരുമ്പോൾ, അവർക്ക് വേണ്ടതുപോലെ സ്നേഹം കിട്ടാതെ വരുമ്പോൾ, അവർ അവഗണിക്കപ്പെടുന്ന ഒരു തലമുറ എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ഇനിയും എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് തലമുറ എത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുന്നവർ മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തെ പറ്റിയുള്ള ചിന്ത എന്റെ മനസ്സിൽ തന്നെന്നുള്ള കാര്യം ഇന്നും എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർത്തത്, ഇനി അവസരം കിട്ടുമ്പോൾ മരിച്ചവർ എവിടെ എന്നുള്ള സബ്ജക്ട് സംസാരിക്കണം. അത് നീണ്ട സബ്ജക്റ്റ് ആണ്, ആഴ്ചകളോളം പഠിക്കുവാൻ പറ്റുന്നവരാണ്, നമുക്ക് പഠിക്കാം. എന്നാൽ ഇതിന്റെ പെട്ടെന്നൊരു ട്വിസ്റ്റ് പോലെ എന്തുകൊണ്ട് ഈ സബ്ജക്ട് വന്നെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിന് തെറ്റുപറ്റാറില്ല എന്ന് മാത്രമേ പറയുവാനുള്ളൂ. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ചിന്ത, മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത, അധികാരികൾ അവഗണിക്കുന്ന, അധ്യാപകർ അവഗണിക്കുന്ന, കൂട്ടുകാർ അവഗണിക്കുന്ന ഒരു തലമുറ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ.
കാരണം ഇന്ന് മനുഷ്യൻ സമയമില്ലാതെ ഓടുകയാണ്. മനുഷ്യന് വേണ്ടതുപോലെ ആൾക്കാരെ ശ്രദ്ധിക്കുവാൻ പലപ്പോഴും നമുക്ക് ആൾക്കാരൊന്ന് വിളിക്കുന്ന ഒരു കോള് പോലും ഒരു ഫോൺ പോലും അറ്റൻഡ് ചെയ്യുവാനായിട്ട് സമയമില്ല. മനുഷ്യരെ ശ്രദ്ധിക്കുവാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ അവഗണന നേരിട്ടുകൊണ്ട് അനേകർ, അധികാരികൾ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ ആൾക്കാര് ഈ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിലൊരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. PSCയിൽ ജോബിന് രജിസ്റ്റർ ചെയ്തു. നീണ്ട കാലങ്ങൾ കാത്തിരുന്നു. അവസാനം തന്റെ കാത്തിരിപ്പ് വിഫലമായി. അതിനുള്ള പ്രായം തനിക്ക് കഴിയാൻ പോകുന്നു. അവഗണന, PSCയിൽ നിന്നുള്ള അവഗണന വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ നോട്ട് എഴുതി വെച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ആ നോട്ട് ഞാൻ വായിച്ചു. അതെന്നെ വളരെ ഭാരപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നുവെങ്കിൽ, ശ്രദ്ധിക്കുവാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നുവെങ്കിൽ, ഈ രാത്രിയിൽ നാം ഒരു തീരുമാനത്തിൽ എത്തേണ്ടുന്ന വളരെ ആവശ്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുവട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയുള്ളവരോട് നാം എന്ത് പറയണം? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ആര് മറന്നാലും, ഇന്ന് രാത്രിയിൽ അവഗണന അനുഭവിക്കുന്ന ആരെങ്കിലും ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ തള്ളിക്കളയാത്ത, നിന്നെ എപ്പോഴും കാത്തിരിക്കുന്ന, നിന്നെ മടുത്തു പോകാത്ത ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ അത് നാം മനസ്സിലാക്കേണ്ടുന്ന വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ അവഗണിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകല്ല. പെറ്റതള്ളെ അവഗണിച്ചാലും, സ്വന്തം പിതാവ് അവഗണിച്ചാലും, അധികാരികൾ അവഗണിച്ചാലും, അധ്യാപകർ അവഗണിച്ചാലും, കൂട്ടുകാർ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ തോളിൽ കൈയിട്ട് നിന്നെ ആശ്വസിപ്പിക്കുന്ന, ചേർന്ന് കിടക്കുന്ന നല്ലൊരു കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം ഈ രാത്രിയിൽ മറന്നു പോകരുത്. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അവഗണന യാഥാർത്ഥ്യമുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ. രണ്ടാമതായിട്ട് നാം വായിക്കുന്നു, നമുക്ക് ഈ കാലഘട്ടത്തിലെ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വരുമ്പോൾ നാം വായിക്കുന്നത്, നമ്മിലോ നമ്മുടെ ഭാവിയിലോ ഉള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുകയാണ്. We lost our faith and future. You lost your faith and your future. നമ്മിലുള്ള വിശ്വാസം, നമ്മുടെ ഭാവിയിലുള്ള വിശ്വാസം, മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാടില്ലാത്ത ഒരനുഭവത്തിലൂടെ ഞാൻ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മെ തന്നെ നമുക്കൊരു മതിപ്പില്ലാത്ത അനുഭവം. അതാണ് നാം പറയാറുണ്ടല്ലോ, എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. I am under so many limitations. എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഒത്തിരിയേറെ പരിമിതികൾ ഉള്ളവനാണ്. ഇക്കാലത്തെ തലമുറയുടെ പ്രധാനപ്പെട്ട സ്ലോഗൻ ഇതാണ്, I never say right things,
I never do right thing. I never wear right clothes. ഒരു വസ്ത്രം എനിക്ക് ചേരത്തില്ല. ഞാൻ ഒരിക്കലും നല്ലത് പറയത്തില്ല. എനിക്ക് നല്ലത് പറയാൻ അറിയത്തില്ല. ഞാൻ നല്ലത് ഒരിക്കലും ചെയ്യാറില്ല. നമ്മിൽ തന്നെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എനിക്ക് കഴിവില്ല, എനിക്ക് ടാലന്റ് ഇല്ല, എന്നിൽ ഒരു ഗുണവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയെ നാം നോക്കണം. ഈ കാലഘട്ടങ്ങളിൽ അവർ അങ്ങനെ പറയുന്നുവെങ്കിൽ ദൈവവചനത്തിലൂടെ ഉപദേശിക്കുവാനും കറക്റ്റ് ചെയ്യുവാനും അവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുവാനും കഴിയുന്ന മാതാപിതാക്കൾ തിരുവചനത്തിലേക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ആലോചന നമ്മുടെ മുമ്പിൽ തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം എന്ത് പറയുന്നു? കഴിവില്ല എന്ന് ഈ രാത്രിയിൽ സമ്മതിക്കുന്നു. എനിക്ക് ഒരു ഗുണവുമില്ല, എന്നിൽ ഒരു ഗുണവുമില്ല, എനിക്കറിയത്തില്ല നാളെ എന്തായി തീരുമെന്ന്. എന്റെ ഫ്യൂച്ചർ അതെവിടെയോ പോയിരിക്കുകയാണ്. ഒരു ഭാവി എനിക്കില്ല. എന്റെ ഭാവി എന്തായി തീരും ചിന്തിക്കുന്നവർ ധാരാളമാ പ്രിയപ്പെട്ടവരെ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് പോലും, ഉപവസിക്കുന്നവർക്ക് പോലും, പള്ളിയാരാധനയിൽ പോകുന്നവർക്ക് പോലും ഈ ഒരു ചിന്തയുണ്ട്: എന്താകും എന്റെ ഭാവി? എന്റെ ഭാവിയെ കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല, എനിക്കറിയില്ല എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, എന്നെ കൈകളിൽ എടുത്തിരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് മറന്നു പോകല്ലേ. ദൈവവചനം എന്ത് പറയുന്നു? You are a unique person. You are a precious in the eyes of God. നീ ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടവനാ. പ്രിയപ്പെട്ടവരെ, കഴിവില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ, നല്ലത് പറയുവാൻ പറ്റുന്നില്ല, എനിക്ക് നേരെ നിൽക്കുവാൻ, മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ പറ്റുന്നില്ല, എനിക്കൊരു ഡ്രസ് ചേരത്തില്ല, എനിക്ക് എന്നിൽ തന്നെ ഒത്തിരിയേറെ കുറവുകളുണ്ട്, എന്നെ മറ്റുള്ളവർ കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല ചിന്തയുണ്ടെങ്കിൽ, ദൈവം നീ പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിവുള്ളവനാ. ദൈവത്തിന് മുമ്പാകെ യു ആർ ദ പ്രഷ്യസ് വൺ. ഞാനും നിങ്ങളും ദൈവത്തിന് മുമ്പാകെ വിലയേറിയവരാ, മറന്നു പോകരുത്. കാരണം അവൻ കാൽവറിയിൽ തന്റെ ചോര കൊടുത്തപ്പോൾ എന്റെ മുഖം അവൻ കണ്ടിരുന്നു. അതാണ് എന്റെ ശ്രേഷ്ഠത. എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവൻ വന്നു എന്നുള്ളത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്റെ മുഖം അവൻ കണ്ടു, എന്റെ പേർ അവൻ ചൊല്ലി. ഇന്നും അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ചെറിയവരല്ല, കാര്യം മറന്നു പോകരുത്. ഈ ഭാഗം പഠിച്ചപ്പോൾ എന്റെ മനസ്സിൽ ദൈവാത്മാവ് കൊണ്ടുവന്ന ഒരു ആലോചന നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. മല്ലനായ അല്ലായിരുന്നു ദൈവം ഉപയോഗിച്ചത്, മറന്നു പോകരുത്. മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ ശൗലിന്റെ ആയുധപ്പുരയിലെ മുന്തിയ ആയുധങ്ങൾ അല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവർ ചവിട്ടി മെതിച്ച 5 കല്ലുകൾക്കായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത്. ലോകത്തിന് മുമ്പിൽ ചവിട്ടി മെതിക്കപ്പെട്ടാലും, ലോകത്തിന് മുമ്പിൽ നീ നിസ്സാരനാണെങ്കിലും, ലോകത്തിന് മുമ്പിൽ നീ ഒന്നുമില്ലെങ്കിലും, നിന്റെ കണ്ണിൽ തന്നെ നിനക്ക് ചെറുതായി തോന്നിയാലും നിന്നെ കൈകളിലെടുത്ത് പ്രയോജനപ്പെടുത്തുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിന്റെ അർത്ഥം നാം കണ്ടെത്തണം. We fail to understand the meaning of life and the purpose of the life. ഇന്ന് പലരും മനുഷ്യ ജീവിതത്തിന്റെ
അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് പരാജയപ്പെട്ടിരിക്കുക. ഈ ജീവിതം ഡിവൈൻ വേയിൽ, ആത്മീയമായ അർത്ഥത്തിൽ എൻജോയ് ചെയ്യുവാനായിട്ട് തന്നിരിക്കുക. സ്ട്രഗിൾ ഉണ്ട് നമുക്ക്. എന്നാൽ ആ സ്ട്രഗിളിനെ കടന്നു എന്ന് നാം അതിനെ മനോഹരമാക്കി തീർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ആദ്യമായി ഡ്രൈവിംഗ് പഠിച്ച സമയമായിരുന്നു. എൽബോർഡ് വെച്ച വണ്ടിയിൽ എന്നെ കേൾക്കുന്ന പലരും എന്നറിയാം, എല്ലാവരും, മിക്കവാറും എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചവരാ. ആദ്യം ആ സീറ്റിലിരുന്ന് വണ്ടി ഓടിച്ചപ്പോൾ എത്ര പ്രാവശ്യം വണ്ടി നിന്നു, എത്ര ഹോണടി പുറകിൽ നിന്ന വണ്ടിയുടെ കേട്ടു. സ്ട്രഗിൾ ആയിരുന്നു ഇതൊന്ന് പഠിച്ചെടുക്കുവാൻ. എന്നാൽ ഇപ്പോഴോ അതിന്റെ മനോഹാരിത മനസ്സിലാക്കുന്നുണ്ട്. ലൈഫ് എന്ന് പറയുന്ന സ്ട്രഗിൾ ആ പ്രിയപ്പെട്ടവരെ. പക്ഷെങ്കിൽ അതിന്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ, ആ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ നമുക്കിടയാണ്. എന്നാൽ ആ കടന്നു പോകുന്ന സമയത്ത് ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നോക്കിയാൽ ജീവിതത്തിൽ ഒരിക്കലും നാം അതിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ കഴിയാതെ പോകും. കുറ്റബോധം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ട്. കുറ്റബോധം, ചില തെറ്റുകൾ പറ്റിക്കഴിയുമ്പോൾ, ചില പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ഇതിന് ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ള ചിന്ത ഭരിക്കുന്നുണ്ട്. ദൈവം പോലും ക്ഷമിക്കയില്ല എന്ന് നാം പറയും. ആരും എന്നോട് ക്ഷമിക്കയില്ല എന്ന് നാം പറയും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളെ ഓർത്ത് മനം നൊന്ത് ജീവിതം അവസാനിപ്പിച്ചവർ ഒത്തിരി പേരാ. എന്താ കാര്യമെന്നറിയാമോ? അവരോട് തന്നെ ക്ഷമിക്കുവാൻ, അവർക്ക് തന്നെ മാപ്പ് കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാ. അങ്ങനെയുള്ളവർ ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ തെറ്റുകൾ വന്നാൽ, എത്ര വലിയ തെറ്റാണെങ്കിലും അതിനെ ക്ഷമിക്കുവാൻ കരുണയുള്ള ഒരു ദൈവമുണ്ട്. നിയമത്തെ 2 വ്യക്തികളെ പറ്റി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ ക്രിസ്തുവിനോട് പാപം ചെയ്തത്, തന്റെ ഗുരുവിനോട് പാപം ചെയ്തതാണ്. രണ്ടുപേരും ഒരുപോലെ ഗുരുവിന്റെ കൂടെ നടന്നവരായിരുന്നു, പത്രോസും യൂദയും. പത്രോസ് തെറ്റിപ്പോയെങ്കിലും മടങ്ങി വന്നു. യൂദ മടങ്ങി വന്നില്ല. കുറ്റബോധത്താൽ, നിരാശയാൽ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാത്രിയിൽ അമിതമായ കുറ്റബോധത്താൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഈ വീഡിയോയിൽ കൂടെ ആരെങ്കിലും തുടർന്ന നാളുകളിൽ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, സുഹൃത്തെ, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട്. മറ്റൊരു ലോജിക്ക് പറഞ്ഞുകൊള്ളട്ടെ, ദൈവത്തിന്റെ കയ്യിൽ നിന്നും നമ്മുടെ ജീവനെ തട്ടിപ്പറിച്ചെടുത്ത് വലിച്ചു കീറി കുഴിച്ചു മൂടുന്നതിനേക്കാളും വലിയ പാപം എന്തുണ്ട് ഈ ഭൂമി? നമ്മുടെ വിചാരം ചെയ്തു പോയ തെറ്റുകൾ ദൈവം ക്ഷമിക്കയില്ല എന്നുള്ള ചിന്തയിലാണെങ്കിൽ അത് ക്ഷമിക്കുവാൻ അവന്റെ ചോരയെ കൊണ്ട് കഴിയും. എന്നാൽ അവന്റെ കയ്യിൽ താൻ ഭംഗിയോടുകൂടെ സൂക്ഷിച്ച് പൊതിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ജീവനെ അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് നമ്മുടെ ഹിതപ്രകാരം, ഇഷ്ടപ്രകാരം അതിനെ പിച്ചി ചീന്തിയാൽ ആ പാവം ആര് ക്ഷമിക്കും? മറന്നുപോകലിന്റെ രാത്രിയിൽ ഏത് വലിയ പാവമാണെങ്കിലും ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ കയ്യിലെ കരവിരുതാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. മാസ്റ്റർ പീസാണ് നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഷേക്സ്പിയർ തന്റെ മാക്ബത്ത് എന്ന നാടകം എഴുതുമ്പോൾ നല്ലവനായ രാജാവിനെ കൊന്ന മാക്ബത്തിന്റെ പിന്നീടുള്ള തന്റെ നിലവിളിയെ പറ്റി എഴുതിയിരിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ. മാക്ബത്ത് രാജാവിനെ കൊന്നതിന് ശേഷം തന്റെ കൈ ആവർത്തിച്ച് ശുദ്ധവെള്ളത്തിൽ കഴുകുന്നുണ്ട്.
എന്നിട്ടും തന്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് മാഗ്ബത്ത് പറയുന്നുണ്ട്, ചോരയുടെ ഗന്ധം എന്റെ കയ്യിൽ നിന്ന് മാറുന്നില്ല. കുറ്റബോധം. ലേഡി മാഗ്ബത്ത് അവര് നിലവിളിക്കുന്ന രംഗം വായിക്കുന്നുണ്ടല്ലോ. അവര് പറയുന്ന, അറേബ്യയിലെ അത്തർ മുഴുവനും കൊണ്ടുവന്നാലും ഈ ചോരയുടെ മണത്തിൽ നിന്നും ഗന്ധത്തിൽ നിന്നും രൂക്ഷഗന്ധത്തിൽ നിന്നും ഒരു മോചനം കിട്ടുന്നില്ല എന്ന് വിളിച്ചു പറയുന്നത് ഷേക്സ്പിയർ തന്റെ മാഗ്ബത്തിലൂടെ വിളിച്ചു പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ പറഞ്ഞുകൊള്ളട്ടെ, മനസ്സാക്ഷിയിൽ ഏറ്റിരിക്കുന്ന പാപത്തിന്റെയും കുറ്റബോധത്തിന്റെയും കറകളെ നീക്കിക്കളയുവാൻ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. ഈ രാത്രി അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുമോ? എത്ര വലിയ കൊടുമ്പാവിയെയും ആവർത്തിച്ച് പാപം ചെയ്യുമ്പോഴും ക്ഷമിക്കുവാൻ കഴിയുള്ള ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, 70 വട്ടം ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എന്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ആത്മഹത്യ പിന്നീട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രതികാരം. ഐ വിൽ ഷോ യു. ഞാൻ നിന്നെ കാണിച്ചു തരാം. സാധാരണ കേട്ടിട്ടുണ്ട്, ഐ വിൽ ഷോ യു ഹൗ മച്ച് യു വിൽ മിസ് മീ. ഞാൻ കാണിച്ചു തരാം നിനക്ക് എന്നെ എത്രമാത്രം മിസ് ചെയ്യുമെന്ന്. ഒരു പ്രതികാരം കൊണ്ട് ആത്മഹത്യ ചെയ്യും. സ്നേഹബന്ധങ്ങൾക്കിടയിൽ പ്രതികാരം വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകണമെന്ന് വിചാരിച്ച് സ്വന്തം ജീവനെ എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യയെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, ആർക്കും ഒന്നും നഷ്ടമാകുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മരിച്ചവർ മരിക്കും, ജീവിച്ചിരിക്കുന്നവർ 2 ദിവസം ദുഃഖിക്കും, 2 മാസം ദുഃഖിക്കും, 1 വർഷം ദുഃഖിക്കുമായിരിക്കും, പിന്നീട് മറക്കും. കേട്ടോ, ഈ തിരക്കുള്ള ജീവിതത്തിൽ, ലോകത്തിൽ ആ തിരക്കിനൊപ്പം അവരും സഞ്ചരിക്കും, അവരും സന്തോഷിക്കും, അവർക്കും ജീവിതങ്ങൾ ലഭിക്കും, അവർക്കും കൂട്ടുകാരെ ലഭിക്കും, അവർക്കും ജീവിതത്തിന്റെ നന്മകൾ ലഭിക്കും. കാലക്രമേണ ഈ ലോകവും മറക്കും, അവരും മറക്കും നിന്നെ. പക്ഷെ നീ എവിടെയാ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികാരം ആത്മഹത്യയിലൂടെ അല്ല തീർക്കേണ്ടത്, ജീവിച്ചു വേണം കാണിക്കുക. ഭർത്താവിനെ തോൽപ്പിച്ചോ, ഭാര്യയെ തോൽപ്പിച്ചോ, കുഞ്ഞുങ്ങളെ തോൽപ്പിച്ചോ, മാതാപിതാക്കളെ തോൽപ്പിച്ചോ, അവർക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ച് ജീവനെ ഞാനും നിങ്ങളും എടുക്കുവാൻ ആഗ്രഹിച്ചാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അവരുടെ ദുഃഖം മാറും. കേട്ടോ, അവർക്ക് ആ ദുഃഖം മറക്കും അവർ. പക്ഷെ നീ പോയി, നീ ഒരു ഓർമ്മയായി. അരുതേ ആത്മഹത്യ, അരുതേ നിനക്കൊരു ദോഷവും ചെയ്യരുതേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പറഞ്ഞുകൊള്ളട്ടെ, ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, suicide is a permanent solution for your temporary problems. Suicide is a permanent solution for the temporary problems. താൽക്കാലികമായ പ്രശ്നങ്ങൾ, വെള്ളത്തിന്റെ കുമിള പോലെ ആയുസുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് നീ കണ്ടെത്തുന്ന ആത്മഹത്യ, അതുകൊണ്ട് നീ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ ജീവിക്കുന്നു. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. 1 Corinthians chapter 10 verse 13 നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, God is faithful.
പരീക്ഷയോടുകൂടെ അവൻ നീക്കുപോക്കും തരും. ഇന്ന് രാത്രിയിൽ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം അവനത് അറിയുന്നു. He knows your problems. The same time he is faithful. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മുടെ പ്രശ്നങ്ങളോടുകൂടെ തന്നെ ഒരു പരിഹാരം അവൻ ഒരുക്കിയിട്ടുണ്ട്. അത് ആത്മഹത്യയല്ല അതിന്റെ പരിഹാരം. ദൈവം നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. He is the answer. അവൻ നമ്മുടെ പരിഹാരമാണ്, അവൻ നമ്മുടെ ആൻസർ ആണ് പ്രിയപ്പെട്ടവരെ. എന്റെ ഏത് കലങ്ങിയ വിഷയത്തിനാണെങ്കിലും എന്റെ ദൈവം പരിഹാരകനാ. ചില വർഷങ്ങൾക്ക് മുമ്പ് 3 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. 3 അനുഭവങ്ങളും പറയുവാൻ എനിക്ക് സമയമില്ല. എന്നാൽ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം എന്റെ പേഴ്സണൽ ലൈഫിൽ, എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ്, നീണ്ട UK-ക്കൊക്കെ വരുന്നതിന് മുമ്പ്, കേരളത്തില് പെരുമ്പട്ടി എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കുവാൻ പോയി ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു എക്യൂമെനിക്കൽ കൺവെൻഷനാണ്, ഒരു CSI പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. ആ മീറ്റിംഗിന്റെ കൺവെൻഷന്റെ അവസാന രാത്രിയിലെ മീറ്റിംഗ് മെസ്സേജ് കൊടുക്കുന്നത് ഞാനായിരുന്നു. ആ രാത്രി ഞാൻ പ്രസംഗിച്ചു. ആൾക്കാർ ധാരാളമുണ്ട്. അവസാനം കൺവെൻഷൻ കഴിഞ്ഞിട്ട്, മെസ്സേജ് കഴിഞ്ഞിട്ട് ഒരു ഓൾട്ടർ കോൾ കൊടുത്തു. ആ ഓൾട്ടർ കോളിൽ എല്ലാവരും എഴുന്നേറ്റ് കർത്താവിനെ ആ രാത്രിയിൽ സമർപ്പിക്കുവാൻ, കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേൽക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ഓൾട്ടർ കോൾ കൊടുത്തു. കുറെ പേര് എഴുന്നേറ്റു. ആ പള്ളിയുടെ ഏറ്റവും മുമ്പിൽ ബെഞ്ചിൽ ഒരു നല്ല നീളവും വണ്ണവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനും ആ സമയത്ത് എഴുന്നേറ്റു. ഈ ഓൾട്ടർ കോളിന്റെ സമയത്ത് അവൻ കരയുവാൻ തുടങ്ങി. അവന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഓടി വന്നു. ഞാൻ നിന്ന സ്ഥലത്തേക്ക്, പുൾപിറ്റിൽ നിന്ന് മാറിയാണ്, ഞാൻ നിന്ന സ്ഥലത്തേക്ക് അവൻ കവണ് വീണു. ലിറ്ററലി ഞാൻ പറയുകയാണ്, അതിശയോക്തിയല്ല. എന്റെ കാലിൽ അവൻ അടങ്കം കെട്ടിപ്പിടിച്ചു. ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ അദ്ദേഹത്തെ പെറുക്കെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് ആ ഇടവയിലെ ഉപദേശിയും വന്ന് ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവൻ എന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചു. തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ അവൻ വെളിയിലെടുത്തു. അവൻ ആ ലെറ്റർ എല്ലാവരും ഉയർത്തി കാണിച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ ഈ ദേശക്കാരനല്ല, ഞാൻ ഈ പള്ളിക്കാരനുമല്ല. ഈ പള്ളിയുടെ വാതിൽക്ക് കൂടെ പോകുന്ന റോഡിൽ കൂടെ പോകുന്ന ഒരു ബസ്സിലെ യാത്രക്കാരനായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ലെറ്ററിന്റെ ആത്മഹത്യാക്കുറിപ്പാണ്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള കുറിപ്പാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഈ ലെറ്റർ എഴുതി പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുവാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. എന്റെ ഭാര്യയും എന്നോടൊപ്പം ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഈ പള്ളിയുടെ മുമ്പിൽ കൂടെ കിടക്കുന്ന റോഡിൽ കൂടെ, വാഹനത്തിൽ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൺവെൻഷൻ എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടു, ഒരു ഫ്ലെക്സ് കെട്ടിയിരിക്കുന്നത് കണ്ടു. എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു, ഇവിടെ നീ ഇറങ്ങ. എന്നെ ആരോ നിർബന്ധിക്കുന്നത് പോലെ തോന്നി. ഞാനും എന്റെ ഭാര്യ ഇവിടെ ഇറങ്ങി. ഈ പള്ളിയിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് കേൾക്കുവാനായിട്ട് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഞാൻ മരിക്കുവാൻ തീർച്ച കൽപ്പിച്ചതാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് മരിക്കുവാൻ കഴിഞ്ഞില്ല എനിക്ക്. ഇന്ന് രാത്രി തീർപ്പിച്ച് ഞാൻ വെച്ചു, ഇന്ന് രാത്രി ഞാൻ മരിക്കുമെന്നുള്ളത്. ആ ചെറുപ്പക്കാരൻ ആ കത്ത് എടുത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ അവസാനം പറഞ്ഞു നിർത്തി:
ഇനി ഞാൻ മരിക്കില്ല, ഇനി ഞാൻ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ഞാൻ ചെറുപ്പക്കാരനെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ടെന്നൊന്നും അറിയില്ല. ജീവിതത്തിൽ നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരു ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു വാക്കിൽ ഈ ദൈവം ജീവിക്കുന്നവനാണെന്ന് പറയുവാൻ കഴിഞ്ഞാൽ, ഈ ദൈവം സ്നേഹിക്കുന്നവനാണെന്ന് പറയുവാൻ കഴിഞ്ഞാൽ, ഈ ദൈവം കരുണയുള്ളവനാണെന്ന് പറയുവാൻ കഴിഞ്ഞാൽ, അത് നമ്മുടെ തലമുറയോട് പറയുവാൻ കഴിഞ്ഞാൽ, അനേകരെ പൗലോസ് വിളിച്ചു പറഞ്ഞ പോലെ നമുക്കും പറയാൻ പറ്റും, ഡു നോട്ട് ഹാം thyself. നിനക്ക് തന്നെ ഒരു ദോഷവും നീ ചെയ്യരുത്. വി ആർ ഹിയർ. അതിന്റെ ഒരു ആത്മീയാർത്ഥമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ, ദൈവകൃപ കണ്ടെത്തിയ ഞങ്ങൾ, ജീവനെ പ്രാപിച്ച ഞങ്ങൾ, പാപക്ഷമ പ്രാപിച്ച ഞങ്ങൾ, നസ്രായനെ കണ്ടെത്തിയ ഞങ്ങൾ, വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ മരിക്കണ്ട. ചർച്ച ഇവിടെ ഉണ്ട്. നീ മരിക്കരുത്. സംഘടന യേശുവിനെ നീ മരിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചില ദേശങ്ങളിൽ ദൈവം എന്നെയും നിങ്ങളെയും വെച്ചിരിക്കുന്നത് ചുറ്റുമുള്ളവർ മരിക്കാതിരിക്കുവാനാണ്. ഈ രാത്രിയിൽ പൗലോസിനെ പോലെ നമുക്കും പറയാം, ഡു നോട്ട് ഹാം thyself. നിനക്ക് ദോഷമുണ്ടാകരുത്. ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് പ്രിയ ജോബി ഒരു പാട്ട് പാടും. അതിനുശേഷം ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് പര്യവസാനിക്കുവാനായിട്ട് പോവുകയാണ്. ആശീർവാദം പറഞ്ഞ് ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കുറ്റബോധം നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, പ്രതികാരം നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ നാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മെ തന്നെ പറ്റി നമുക്കൊരു അവബോധം നമുക്കില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാവിയെ പറ്റി നമുക്കിപ്പോഴും വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ നാം ഇരുട്ടിൽ തപ്പിത്തടയുന്നുവെങ്കിൽ, അവഗണന ഏറ്റുകൊണ്ട് ജീവിതത്തിന്റെ നിരാശയിലൂടെ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ, പറഞ്ഞുകൊള്ളട്ടെ, നമുക്കൊരു കർത്താവുണ്ട് കേട്ടോ. നമുക്കൊരു ദൈവമുണ്ട്. തള്ളിക്കളയാത്ത ദൈവമുണ്ട്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുകയാണെന്ന. അതിന്റെ മലയാളത്തിൽ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് കേട്ട് ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. എന്റെ കൈത്തണ്ടയിൽ നിന്നെ പച്ച കുത്തിയിരിക്കുന്നത്, അതായത് എത്ര മായ്ക്കാൻ നോക്കിയാലും മായ്ക്കാതെ വണ്ണം പച്ച കുത്തിയിരിക്കുന്ന, എഴുതിയിരിക്കുന്ന ഒരു അനുഭവമാണ്. ലോകത്തിലെ ഭാര്യയും ഭർത്താവും കൂടി ഇടുന്ന മോതിരം ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വേണ്ടാന്ന് പറഞ്ഞാൽ ഊരിക്കളയാൻ എളുപ്പമാണ്. വിവാഹത്തിന്റെ മോതിരം, ഉടമ്പടിയുടെ മോതിരം. എന്നാൽ ഇന്ന് രാത്രിയിൽ പറഞ്ഞുകൊള്ളട്ടെ, ക്രിസ്തു നമ്മുടെ പേര്, ആമേൻ, അവന്റെ കൈത്തണ്ടയിൽ പച്ച കുത്തിയതുപോലെ എഴുതിയിരിക്കുക, മായത്തില്ല കേട്ടോ. അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം ഇന്ന് രാത്രിയിൽ നമ്മെ പുറകെ നടന്ന് വിളിക്കുക, നീ നിന്നെ തന്നെ കൊല്ലരുത്, നിരാശപ്പെട്ടു പോകരുത്, നിന്റെ ലക്ഷ്യം നീ മറക്കരുത്, നീ തളർന്നു പോകരുത്, തകർന്നു പോകരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആരെല്ലാം തള്ളിയാലും തള്ളാത്ത ഒരു കർത്താവ് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമുക്ക് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് കേട്ട അനുഗ്രഹീതമായ വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.
പ്രിയമുള്ളവരെ, ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയ ഒരു മനുഷ്യൻ യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിലവിളിക്കുമ്പോൾ അവന് നൽകിയ ഒരു ഉത്തരമാണ്, ദൈവവചനമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഉള്ളവരെ, ഏതാണ്ട് 21 വർഷങ്ങൾക്ക് മുമ്പ്, എന്റെ 21-ാമത്തെ വയസ്സിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വാഗ്ദാനമായിട്ട് ലഭിച്ച ഒരു വചനമാണ്, സംസാരിച്ച വചനമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16:31. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിന്റെ പ്രദേശത്ത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഒരു ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു വലിയ കാർഷിക ദ്രുതവാട്ടം എന്ന രോഗം വന്ന് കുരുമുളക് ചെടികളെല്ലാം പോയി കാർഷിക വിളകളെല്ലാം നശിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിൽ കടന്നു വന്നപ്പോൾ, ഒരു ഡിഗ്രി മാത്രം പഠിച്ച് പഠനം പൂർത്തിയായി നിൽക്കുന്ന ഒരു സമയത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബം കടന്നുപോയപ്പോൾ ഇനി എന്തു ചെയ്യും എന്ന് അറിയില്ലാതെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കർത്താവായ യേശുവിനെ ഞാൻ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് ഇടയായ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് വാഗ്ദത്തം കിട്ടിയ ഒരു വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എനിക്ക് അന്ന് ആ വചനത്തിന്റെ ആഴവും അർത്ഥവും ഒന്നും മനസ്സിലായില്ല. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലല്ലോ. ഇന്ന് ഞാൻ അത് മനസ്സിലാക്കുന്നു. അതിന്റെ ആഴം എന്താണ്, അർത്ഥം എന്താണ്, അതിന്റെ മാധുര്യം എന്താണെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ അതൊരു ഭൗതികമായ വലിയ നേട്ടങ്ങളെ അല്ല പ്രിയമുള്ളവരെ, അതിനും കുറവ് വരുത്തത്തില്ല കർത്താവ്, അതൊന്നും അല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ആഴത്തിൽ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ കിട്ടിയപ്പോൾ ഉണ്ടായ, അല്ലെങ്കിൽ ഇന്നുവരെ കഴിഞ്ഞ 30 വർഷക്കാലം ആ അനുഭവിക്കുന്ന സന്തോഷം, ഹല്ലേലൂയ, ആ രക്ഷ എന്താണെന്ന് വാസ്തവമായിട്ടും അറിയുവാനായിട്ടുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ. ഈ നിമിഷം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. പ്രിയ ദാസനിലൂടെ, ഷാജി ബ്രദറിലൂടെ ഇന്ന് കർത്താവ് കേൾപ്പിച്ച അനുഗ്രഹീത വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ആരെങ്കിലും നിരാശയുടെ, ആരെങ്കിലും ആത്മഹത്യയുടെ, ആരെങ്കിലും പ്രതിസന്ധിയുടെ, സാമ്പത്തിക പ്രതിസന്ധിയിൽ, അപമാനത്തിൽ, നിരാശയിൽ, സ്നേഹിക്കാൻ ആരുമില്ലെന്ന് കരുതി ഹല്ലേലൂയ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കാരാഗ്രഹ പ്രമാണി നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും, നീ മാത്രമല്ല നീ രക്ഷ പ്രാപിക്കും, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സത്യമാണ്, രുചിച്ചറിയുന്ന ഒരു വലിയ കൃപയാണ് അത് ഞാൻ പറയുന്നത്, നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ രാത്രി കർത്താവേ, നിന്റെ വചനത്തിന്റെ ചൂട്ടിലായിരുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സമയത്ത് വലിയ അഭിഷേകം, ഹല്ലേലൂയ, ആ മക്കൾ എല്ലാവരുടെ മേലും ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷാപിക്കുമെന്ന് കർത്താവെ ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങി നിന്ന് കാരാഗ്രഹ സംസാരിച്ചെങ്കിൽ, ഹല്ലേലൂയ, തിരുവചനത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഓരോ മക്കളോടും അവിടെ നിന്ന് സംസാരിക്കണമേ. കർത്താവായ യേശുവിനെ ഒന്ന് മുറുകെ പിടിപ്പാൻ, കർത്താവ് എത്രയോ നല്ലവനെന്നൊന്ന് രുചിച്ചറിയാൻ കർത്താവെ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായല്ലോ, അവരുടെ മുഖം ലജിച്ചു പോകുവാൻ ഇടയായല്ലോ. ലജിപ്പാൻ സംഗതിയില്ലാത്ത ആ പുണ്യനാമത്തിൽ ആശ്രയം വെപ്പാൻ, ഹല്ലേലൂയ, ഈ രാത്രികാലം കർത്താവെ ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, വിശ്വാസത്തിൽ പ്രത്യാശയിൽ നിറയ്ക്കണമേ കർത്താവെ. നിന്നെ ഒന്ന് രുചിച്ചറിയുവാനുള്ള ഭാഗ്യവും കൃപയും നൽകണമേ. ഓരോ മക്കളോടും അവിടെ നിന്ന് രാത്രി തിരുവചനത്തിലൂടെ സംസാരിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ ജീവനുള്ള വചനം, ജീവനും ചൈതന്യവുമുള്ള വചനം, ഹല്ലേലൂയ, ഇരുവാറ്റിലേക്കാൾ മൂർച്ചയുള്ള വചനം, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് സന്ധി മഞ്ചകളെ പോലും തുളച്ചിറക്കം വരെയും ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിന്തകളെയും അത് വിവേചിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
വലിയ കൃപ, വലിയ അഭിഷേകം നൽകണമേ. വചനം പങ്കുവെച്ച കർത്താവ് പ്രിയദാസനെ കർത്താവ് കുടുംബമായി സമർപ്പിക്കുന്നു. ലണ്ടന്റെ പ്രദേശത്ത് അവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നല്ലോ. അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നവർക്കായി സ്തോത്രം. ഏറെ കർത്താവെ നിനക്കായി ഓടുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണം. വചനം കേട്ട എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ദൈവകൃപ അടിയങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകിയ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, ആമേൻ. സ്തോത്രം. ആമേൻ.